പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് മാറാത്തവനും വിശ്വസ്തനുമാണ്. അവന്റെ അടുക്കൽ ഓടി വരുന്നവരെ ആരെയും കർത്താവ് ഉപേക്ഷിക്കത്തില്ല. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തുമില്ല. അത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും പുനരുത്ഥാനവും സകല മാനവജാതിയുടെയും പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണ്. സകല മാനവജാതി, ലോകത്തിന്റെ പാപത്തെ ദൈവം കണക്കിടാതെ വിട്ടു എന്നാണ്. സകല മാനവജാതിയുടെയും പാപത്തിന്റെ മോചനം യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ പുനരുത്ഥാനത്തിലൂടെയും സംഭവിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ. ചിലരത് അറിഞ്ഞു, എന്റെ പാപത്തിനോട് യേശു മരിച്ചു എന്ന് മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞു. അവർ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് ദൈവിക രാജ്യത്തിന്റെ സന്തോഷം ഈ ഭൂമിയിൽ അനുഭവിക്കാം. തിരിച്ചറിയാത്തവര് ഞങ്ങളുടെ ജീവിതത്തിലെ കുറ്റബോധവും ആ വിഷമങ്ങളെല്ലാം ചുമന്നോട് ഇങ്ങനെ ജീവിക്കാം. അതാണ് അവിടെ വരുന്നൊരു വലിയ വ്യത്യാസം. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിനകത്തും കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വർദ്ധിച്ചു വരിക, കർത്താവിനെ സ്നേഹിക്കുക, ആ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ ആയി തീരുമ്പോഴും നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകും. എന്റെ ജീവിതത്തിനകത്ത് എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നുള്ള ബോധ്യം. അവിടെ ഒരിക്കലും നമ്മൾ തകർന്നു പോകാനല്ല കർത്താവിന്റെ വിളി. നമ്മൾ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് തന്നെ പോകുക എന്നുള്ളത് കർത്താവിന്റെ വിളി. കാരണം യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയം ആവുകയില്ല. ഒരിക്കലും പരാജയമാവുകയില്ല. തകർക്കുവാനും പരാജയപ്പെടുത്തുവാനും ഏതെല്ലാം സാഹചര്യങ്ങൾ എഴുന്നേറ്റാലും അത് സംഭവിക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ വെളിപ്പെട്ടത് ഒരു മനുഷ്യന്റെ ക്രൂശീകരണം അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് അല്ല വെളിപ്പെട്ടത്, ദൈവ സ്നേഹമാണ് വെളിപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും, നിങ്ങളുടെ രോഗമോ ഭാരമോ നിരാശ എന്തോ ആട്ടെ, ക്രൂശിലെ യേശുവിന്റെ മരണം പുനരുത്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം അത് വിളിച്ചു വരുത്തിയിരിക്കാം. നിങ്ങളിൽ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യേശുവിന്റെ മരണവും പുനരുത്ഥാനവും നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ തന്നെ മാറുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ ഈ തുടർന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ദൈവവചനത്തോടുള്ള ആ ബന്ധത്തിലേക്ക് നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ സൗഖ്യം വചനത്തിലൂടെ സാധ്യമാണ്, വിടുതൽ വചനത്തിലൂടെ സാധ്യമാണ്, ഉയർച്ച വചനത്തിലൂടെ സാധ്യമാണ്, എല്ലാം വചനത്തിലൂടെ സാധ്യമാണ്. അപ്പൊ നമുക്കറിയാം, അബ്രഹാമിന്റെ അടുക്കൽ കർത്താവ് വന്ന് ആദ്യം കൊടുത്തത് സമ്പത്തല്ല, ആദ്യം കൊടുത്തത് അവന് വേലക്കാരല്ല, ആദ്യം കൊടുത്തത് അവന് മറ്റൊന്നുമല്ല. ആദ്യം ആദാമിന് ദൈവം നൽകിയത് വാഗ്ദത്തമാണ്. വാഗ്ദത്തം നൽകി. നിനക്ക് തലമുറയെ നൽകുമെന്ന വാഗ്ദത്തം ദൈവം. ഏറ്റവും ആദ്യം നമുക്ക് ദൈവം തരുന്നത് വാഗ്ദത്തം. അപ്പം പ്രോമിസ് ഇസ് ദ ബിഗിനിങ്. നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തം. അതായത് നമുക്കറിയാം, മാനവജാതി പാപം ചെയ്തപ്പോൾ കർത്താവ് ആദ്യം കൽപ്പനയായിട്ട് കൊടുത്തത് പഴം, നന്മതിന്മകളുടെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, ആ പഴം പറിച്ച് തിന്നരുത്. എന്നാൽ പിന്നത്തെ ദൈവം ഒരു വാഗ്ദത്തമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ നമുക്കത് നേരിട്ട് വായിക്കും മനസ്സിലാകത്തില്ല. കർത്താവ് പിശാചിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു വാഗ്ദത്തമാണ് കർത്താവ് തരുന്നത്. അപ്പൊ നമുക്ക് തുടർന്നുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുക, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ആദ്യം നൽകുന്നത് വാഗ്ദത്തം. അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് സാഹചര്യങ്ങളിലായിരിക്കുന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിൽ തന്നെ വെച്ചു പിടിപ്പിക്കേണ്ട, നിങ്ങളെ തന്നെ പണിതുയർത്തേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എന്നോട് വാക്ക് പറഞ്ഞ കർത്താവ് വിശ്വസ്തൻ, അതിനെ അവൻ നിവർത്തിക്കും. അബ്രഹാമിന്റെ ഉറപ്പതായിരുന്നു, അബ്രഹാമിന്റെ ഹൃദയത്തിലെ ഉറപ്പതായിരുന്നു. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചു. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മാതൃകയാണ്. വാഗ്ദത്തത്തെ അബ്രഹാം വിശ്വസിച്ചു. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ വാഗ്ദത്തത്തെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ തകർന്നു പോകാൻ, നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളെ അനുഗ്രഹമാക്കി നിർത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ പഴയ നിയമത്തില്
അവർ അത്ഭുതങ്ങളെ കണ്ടു. പക്ഷെ അവർ തിരിച്ചറിയാതെ പോയൊരു കാര്യമുണ്ട്. 1 പത്രോസ് ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പൊ അവിടെ നമുക്ക് ആ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവരിലുള്ള ക്രിസ്തു. ആരിൽ? ഈ പഴയ നിയമകാലത്ത് നിങ്ങൾക്ക് വരുവാനുള്ള കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന ക്രിസ്തു. അപ്പൊ അന്ന് പ്രവചിച്ചവരിലൊക്കെ ഉണ്ടായിരുന്നത് ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പൊ അവരെ പ്രവചിക്കാനായിട്ട് അവരെ ഒരുക്കിയത് ക്രിസ്തുവിന്റെ ആത്മാവ്. അവരെ പ്രവാചകന്മാരാക്കി നിർത്തിയത് ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു എന്ന വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യമാണ്. എനിക്ക് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ശുശ്രൂഷയിൽ വളരുവാനോ നിലനിൽക്കുവാനോ ഉള്ള പശ്ചാത്തലമോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഉള്ള വേദപഠനങ്ങളോ അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല. പിന്നത്തതിലാണ് ഞാൻ തുടർച്ചയായിട്ട് പല വർഷങ്ങൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കാനും ഒക്കെ ദൈവം അവസരം നൽകിയത്. എന്നാൽ ആരംഭകാലത്തിൽ അതൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ആരംഭകാലത്തിലെ ശുശ്രൂഷയിൽ പലവിധമായ വെല്ലുവിളികൾ വന്നപ്പോഴും എന്നെ ശക്തമായി പിടിച്ചു നിർത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം, പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ അനേക സമയം ഞാൻ ചെലവഴിക്കുക, ദൈവവചനം വായിക്കാൻ. എന്നാൽ ഞാൻ വേദശാസ്ത്ര പഠനത്തിനായിട്ട് കടന്നുപോയി. പല വർഷങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷമാണ് ഒരു പൂർണ്ണ സമയം അതിൻ്റെതായ ഒരു ഔദ്യോഗിക ചുമതലയിൽ ഒരു ശുശ്രൂഷകനായിട്ട് മാറി. അങ്ങനെ ശുശ്രൂഷയിലായിരുന്ന കാലങ്ങളിൽ വളരെ ശക്തമേറിയ ദൈവപ്രവർത്തികൾ ഓരോ നാളും കാണാൻ സാധിച്ചു. ഇന്നും അത് കണ്ടുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്കിന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു തിരിച്ചറിവുണ്ട്. അതായത് എൻ്റെ പ്രാർത്ഥനയും ഞാൻ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു എന്നതോ, ഞാൻ എത്ര അധ്യായം ബൈബിളിൽ നിന്ന് വായിക്കുന്നു എന്നതോ അതിനല്ല പ്രസക്തി എന്നത് എനിക്കിന്ന് മനസ്സിലായി. അതായത് നമ്മുടെ ദൈർഘ്യമുള്ള പ്രാർത്ഥനയല്ല നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ കാരണം. നാം അത്ഭുതം പ്രാപിക്കുന്നെങ്കിൽ അതിന് കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യമല്ല, വിശ്വാസത്തിന്റെ ആഴമാണെന്ന് എനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലാക്കാനിടയായ കാര്യം, യേശുവിനെ ക്രിസ്തു വന്ന് വിശ്വസിക്കുക. യേശുവിനെ ക്രിസ്തു വന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ അകത്തുണ്ടാകുന്ന അടുത്തൊരു നിലയിലെ ഒരു ചിന്താഗതിയുണ്ട്, അറിവുണ്ട്, ഒരു ബോധ്യമുണ്ട്. അതെന്ത് ബോധ്യമാണെന്നറിയാം? യേശുവിൽ ക്രിസ്തു വസിച്ചുവെങ്കിൽ അതേ ക്രിസ്തു എന്നിലും വസിക്കുന്നു. ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അനോയിന്റഡ് വൺ എന്നാണ് മീനിങ്, അഭിഷിക്തൻ എന്നാണ് അതിനർത്ഥം. എന്നാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, അഥവാ നമ്മിൽ വസിക്കുന്ന ദൈവം. നമ്മിൽ വസിക്കുന്ന ദൈവത്തെയാണ് ക്രിസ്തുവായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മള് ക്രിസ്തു മതമായിട്ട് മാറും, അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ വക്താവ് അല്ലെങ്കിൽ മതത്തിന്റെ നേതാവായിട്ടാണ് കാണുന്നത്. അല്ല, നമ്മിൽ വസിക്കുന്ന ദൈവം, സകല മനുഷ്യരിലും വസിക്കുന്ന ദൈവം, മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, അവനാണ് ക്രിസ്തു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഗാഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാകും. അപ്പൊ നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ആ ആത്മാവിനെ തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ ഇവിടെ പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് ആർക്കും ആ വെളിപ്പാട് ലഭിച്ചിരുന്നില്ല. അവര് പ്രവചിച്ചു, അവര് ശുശ്രൂഷിച്ചു, അവര് യോന നിനിവയിൽ ചെന്ന് പ്രസംഗിച്ചു. വലിയ ദേശത്തിന് തന്നെ വലിയ വിടുതലുണ്ട്. മോശ പ്രവചിച്ചു, ഒരു വലിയ കൂട്ടം ജനത്തെ നടത്തി.
അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ഒക്കെ ജീവിതത്തിൽ കാണുമ്പോൾ നമുക്ക് അവരുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ വ്യത്യാസമായ നിലയിൽ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്ന കാണാം. യോസഫിന്റെ ജീവിതം, ദാവീദിന്റെ ജീവിതം, യോശുവ, ഏലിയാവ്, ഏലീശ, ഇവരെല്ലാം നമുക്ക് കാണുമ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ കാണാൻ കഴിയും. പക്ഷെ അതങ്ങനെ കാണുമ്പോഴും അവർ തിരിച്ചറിഞ്ഞില്ല അവരിൽ ഉണ്ടായിരുന്നതും അവരിൽ പ്രവർത്തിച്ചതും ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. കാരണം അവർക്ക് ക്രിസ്തു ഒരു ഇമേജ് ആയിരുന്നു, വരുവാനിരിക്കുന്ന ഇമേജ്, ഒരു രൂപമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഒരു രൂപസാദൃശ്യത്തിലല്ല ക്രിസ്തുവിനെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങളിലും എന്നിലും വസിക്കുന്ന ദൈവം, നിങ്ങളിലും എന്നിലും വസിക്കുന്ന ഡിവൈൻ നേച്ചർ, നിങ്ങളിലും എന്നിലും വസിക്കുന്ന ദൈവിക ശക്തി, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അത് സാധ്യമാക്കി തീർന്നത് യേശുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ. കാരണം യേശുവിന്റെ മരണവും പുനരുത്ഥാനവുമാണ് മാനവജാതിക്ക് ഉറപ്പ് കൊടുത്തത് എന്റെ പാപം ക്ഷമിക്കപ്പെട്ടു. നമുക്കറിയാം, മോശ തെറ്റ് ചെയ്തു. പക്ഷെ മോശയ്ക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റിയില്ല. ഞാൻ യോഗ്യനല്ല എന്നാണ് മോശ പറയുന്നത്. അപ്പൊ പിന്നീട് വന്ന പല ഭക്തന്മാരുടെ ജീവിതത്തിൽ കാണുമ്പോൾ ഏലിയാവ് പറയുന്നുണ്ട്, മതി, എനിക്ക് മതിയായി, ഞാൻ മടുത്തു. അതുപോലെ തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ വലിയ പാപം ചെയ്തപ്പോൾ, കർത്താവേ എന്നോട് കരുണയുണ്ടാകണം, നിലവിളിക്ക്. എന്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു. അപ്പൊ അവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹനനയാഗങ്ങൾ നിനക്ക് പ്രസാദമില്ല, ഹോമയാഗം നിനക്ക് പ്രിയമില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. എന്നാൽ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുക. അപ്പൊ അവരാരും തിരിച്ചറിഞ്ഞില്ല. അവർക്കെല്ലാം അവർ കാത്തിരുന്ന മെഷിയായി. കാരണം അവർക്ക് ആർക്കും ഒരു ഉറപ്പില്ല, ദൈവം ഞങ്ങളുടെ പാപത്തെ ക്ഷമിച്ചു എന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങളെ പഴയതുപോലെ നീതിമാന്മാരെ, മക്കളായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രിയമുള്ളവരായി കാണുമെന്നൊരു ബോധ്യം അവർക്കില്ലാതെ പോയി. ദൈവ മക്കളായി കാണുമെന്നുള്ള ബോധ്യം അവർക്കില്ലാതെ പോയി. കാരണം അവരെ ദൈവം കണ്ടിരുന്നത് മക്കളെന്ന് തന്നെയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. ദൈവം തന്നെ ജനത്തെ വിടുവിക്കാനായിട്ട് മോശ അയച്ചപ്പോൾ മോശയോട് പറഞ്ഞൊരു കാര്യം ഇതാ, എന്റെ ജനം, നീ വിടുവിക്കേണ്ട ജനം എന്റെ ആദ്യ ജാതൻ എന്ന ദൈവം പറഞ്ഞു. എന്റെ ആദ്യ ജാതൻ. അപ്പൊ ദൈവം അവിടെ ദൈവത്തിന്റെ ആദ്യ ജാതൻ എന്ന പദവിയിൽ, തന്റെ പുത്രൻ എന്ന പദവിയിലാണ് ജനതയെ ദൈവം കണ്ടത്. പക്ഷെ പിന്നത്തതിൽ അവർ ജനമായിട്ട് മാറി, അടിമകളായിട്ട് മാറി, അതിക്രമവും പാപവും നിറഞ്ഞവരായിട്ട് മാറി. എന്നാൽ അവരിലൊക്കെയും പ്രവർത്തിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അതാണ് ഈ പത്രോസ് ലേഖനത്തിൽ പറയുന്നത്. ഈ 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യം ഞാൻ വീണ്ടും കൂടെ വായിക്കും. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ആ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെ പിൻവരുന്ന മഹിമയെ കുറിച്ച് മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ അവരിതെല്ലാം പറഞ്ഞു. മോശ പറഞ്ഞു, എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി ദൈവം അയക്കും. ഏശാവ് പറഞ്ഞു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പറഞ്ഞപ്പോഴും ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ക്രിസ്തുവിന്റെ ആത്മാവാണ് തങ്ങളുടെ ഉള്ളിലിരുന്ന് ഇത് പറയുന്നതെന്നും ചെയ്യുന്നതെന്നും അവരറിയാതെ പോയി, തിരിച്ചറിയാതെ പോയി. അതായിരുന്നു അവരുടെ വലിയ പരാജയം. അവരുടെ ഏറ്റവും വലിയ പരാജയം എന്താണ്? ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവർ പ്രവചിച്ചുവെങ്കിലും അവരിൽ വസിച്ച ദൈവത്തിന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞില്ല. കാരണം നമുക്കറിയാം, മോശയിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകം നമ്മൾ വായിക്കും. മോശയിൽ നിന്ന് തന്റെ ആത്മാവിനെ എടുത്ത് 12 ഗോത്രത്തോളം നേതാക്കന്മാർക്ക് കർത്താവ് നൽകി. യോസഫിനെ കുറിച്ച് പറവൻ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവുള്ള ഇവനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ എന്ന് ചോദിച്ചു. ദാവീദ് പറയുക, നിന്റെ ആത്മാവിനെ നിന്ന് എടുക്കരുതേ. ഇപ്പൊ ഏലിയാവ് എടുക്കപ്പെട്ടപ്പോ ഏലിശ ചോദിച്ചൊരു കാര്യമാണ്, നിന്നിലുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അപ്പൊ അവരിലെ ആ ഒരു സ്ഥലത്തെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവരിലൊക്കെ ആത്മാവ് ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് സക്കരിയാന്റെ പുസ്തകത്തിൽ പറയുന്നത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല കർത്താവിന്റെ ആത്മാവിനകത്ത്. യോവേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിനു മേൽ ആത്മാവിനെ പകരും. യെഹെസ്കേൽ 37-ാം അധ്യായത്തിൽ അവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് നമ്മൾ കാണുന്നു. 26-ാം അധ്യായത്തിൽ കാണുന്നത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, ആത്മാവിനെ ആക്കും. അപ്പൊ ആ പരിശുദ്ധാത്മാവ് അവർക്കെല്ലാം ഒരു പ്രോമിസ് ആയിട്ട് കിടക്കുക. പക്ഷെ അവർ അറിയുന്നില്ല അവരുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ടായിരുന്നു എന്ന്. ഇന്ന് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തില് നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, നമുക്ക് പ്രാർത്ഥനയുടെ മറുപടി അല്ലെങ്കിൽ നമുക്ക് അത്ഭുതം സംഭവിക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ, നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം തിരിച്ചറിയാത്തത് കൊണ്ട്. നമുക്ക് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം തന്റെ ആത്മാവിനെ തന്നോട് ചോദിക്കുന്നവർക്ക്, അതായത് ദോഷികളാ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു, പക്ഷെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകുമെന്ന വചനത്തിൽ വായിക്കുന്നത്. അപ്പൊ അവരോട്, കർത്താവിനോട് ചോദിക്കുന്നവർക്ക് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം, അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പൊ നമ്മള് രോഗസൗഖ്യം വേണമെന്ന് പറയുന്നത് നമുക്ക് രോഗസൗഖ്യമല്ല തരുന്നത്, പരിശുദ്ധാത്മാവിനെ തരും. അതായത് നമുക്ക് സാമ്പത്തികമായ ഒരു വിടുതൽ വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരും. ആത്മാവിനെ തരിക എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്നോ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആത്മാവായിട്ടല്ല നാം കാണേണ്ടത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ പ്രകാശിക്കും. അപ്പൊ അവിടെ നമുക്ക് ആ എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ഉറങ്ങുന്ന മനുഷ്യനെ കുറിച്ച്, ഉറങ്ങുന്നവനെ കുറിച്ച് 5-ാം അധ്യായം 14-ാം വാക്യം, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. അതായത് അവിടെ ആത്മാവിൽ ഒരു മരണം സംഭവിച്ച മനുഷ്യൻ, അതായത് ആത്മാവിലല്ല ജഡത്തിൽ മരണം സംഭവിച്ച മനുഷ്യൻ, മനസാക്ഷി മരവിച്ചു പോയ മനുഷ്യൻ, അവിടെ അറിയുകയാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്ന ഒരു ആത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉറങ്ങുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നാം ആത്മാവിനെ തിരിച്ചറിയാത്തത് കൊണ്ട്, ആക്റ്റീവായിട്ടല്ലാതെ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. പക്ഷെ എപ്പോഴാണോ നാം ആത്മാവിനെ ഉണർത്തുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട് തിരിച്ചറിയുന്നത്, അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്ര അധികം നൽകുമെന്നാണ് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ നൽകുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ വാക്യം നന്നായിട്ട് അറിയാം. 1 കൊരിന്ത്യർ ലേഖനത്തില് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ട് പോലും. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം 10-ാം വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ആത്മാവിനാലാണ് നമുക്ക് ലഭിച്ചതിനെ കുറിച്ച് നാം തിരിച്ചറിയുന്നത്. നാം ആരാണെന്ന് തിരിച്ചറിയുന്നത് ആത്മാവിനാൽ. ഒരു വ്യക്തി എത്രത്തോളം ആത്മാവിലാകുന്നു അത്രത്തോളം അവന്റെ അകത്ത് തെളിച്ചമുണ്ടാകും തനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മകളെ കുറിച്ച്. അതായത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ യഥാർത്ഥ ഫലം തിരിച്ചറിയാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ അദ്ദേഹം മണിക്കൂറുകൾ ബൈബിൾ വായിക്കുന്നുണ്ടല്ല, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ല, എത്രത്തോളം ആത്മാവിനോട് ചേർന്ന് നടക്കുന്നു അത്രത്തോളം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നതോറും അവന്റെ അകത്ത് വെളിപ്പാടുണ്ടാകും. എന്നെ ആർക്കും തകർക്കാൻ കഴിയാതെ വേണം, എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, ഉയർത്തെന്നിട്ട് ഇന്നും ജീവിക്കുന്നു എന്ന ബോധ്യം അവന്റെ അകത്ത് വരും. പ്രൈസ് ഗോഡ്. അതായത് പ്രിയപ്പെട്ടവരിത് നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുക. നമുക്ക് കൊലോസ്യ ലേഖനം അതിന്റെ
1 അധ്യായത്തിന്റെ 27 വാക്യം, മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അവിടെ അതിന് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും, പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇന്ന് തന്റെ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെട്ടിരിക്കുക. എന്താ? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അവിടെ പറയുന്നത് ജാതികളോട് ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്ന് പ്രസ്താവിപ്പാൻ. ജാതികളോടാ പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഇപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും തളർന്നും പരാജയപ്പെട്ടും പോകുന്ന ചില മേഖലകളുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? കർത്താവ് നമ്മൾ തമ്മിലുള്ള ബന്ധം നമുക്കറിയാത്തത്, ക്രിസ്തു ആരാണെന്നുള്ള അറിവ് നമുക്കില്ലാത്തത്. ക്രിസ്തു പ്രിയപ്പെട്ടവർ എല്ലാവരിലും ഉണ്ട് ക്രിസ്തുവിന്റെ ആത്മാവ്, സകലരിലും ഉണ്ട് ക്രിസ്തുവിന്റെ ആത്മാവ്. പക്ഷെ ഒരു വ്യക്തി തിരിച്ചറിയുമ്പോഴാണ് അവൻ ക്രിസ്തുവിലാകുന്നത്. ക്രിസ്ത്യാനിയല്ല, ക്രിസ്തുവിലാകുന്നത്. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ക്രിസ്തുവിലായാൽ അവന് സ്വതന്ത്രമാണ്. ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ അവനെ ഒന്നിനും വാഴാൻ കഴിയത്തില്ല. അവൻ സകല സാഹചര്യങ്ങളും വാഴാൻ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഈ സത്യത്വം തിരിച്ചറിയാമോ? ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ക്രിസ്തു നിങ്ങളിലുണ്ട്. ക്രൈസ്റ്റ് ഈസ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ഇപ്പോൾ ഉള്ള രോഗമില്ലേ, ആ രോഗത്തിന് നിങ്ങളെ വാടാൻ സാധ്യമല്ല. അല്ല. പ്രൈസ് ഗാഡ്. ശാപം, നിങ്ങൾ വിചാരിച്ചേക്കാം അയ്യോ എന്റെ ജീവിതത്തിൽ ആകെ ശാപമാണ്. ആ ശാപം നിങ്ങളെ വാഴത്തില്ല. ആ പ്രതിസന്ധി നിങ്ങളെ വാഴത്തില്ല. നിങ്ങളെ വാഴാൻ സാധ്യമല്ല. നിങ്ങളെ വാഴാൻ സാധ്യമല്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യം ഉണ്ടാകും. എന്ത് ബോധ്യമാണ്? മഹത്വത്തിന് പ്രത്യാശയായിട്ട് ക്രിസ്തു എൻ്റെ അകത്തിരിക്കും. അതായത് എന്നിൽ വസിക്കുന്ന ദൈവാത്മാവ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, ആരും അടുത്തുകൂടാത്ത, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിച്ചിരുന്നവനായ ദൈവം ആരും അടുത്തു വരാൻ താല്പര്യമില്ലാത്ത എന്നിൽ വന്ന് വസിച്ചവനാണ് ക്രിസ്തു. ഇവിടെ ഒന്നുകൂടെ പറയാം, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിച്ചിരുന്നവനായ ദൈവം ആരും അടുത്തു വരാൻ താല്പര്യമില്ലാതിരുന്ന എന്നിൽ വന്നു വസിച്ചു. അതാണ് ക്രിസ്തു. അത് സംഭവിച്ചത് എങ്ങനെയാണ്? യേശു ക്രൂശിൽ വില കൊടുത്തപ്പോൾ നമുക്ക് പരസ്യമായ ഒരു കാഴ്ചയായി, പരസ്യമായ ഒരു അറിവായി, നിങ്ങളുടെ പാപത്തിന് നിങ്ങൾ വില കൊടുക്കണ്ട. അത് നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങളുടെ രോഗസൗഖ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാപ്തി കൊണ്ട് ലഭിക്കുന്നതല്ല, ക്രിസ്തുവിന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങളുടെ ശാപത്തിൽ നിന്നുള്ള വിടുതൽ, മോചനവും നിങ്ങളുടെ കർമ്മങ്ങളും പ്രവൃത്തികൾ കൊണ്ടുമല്ല, ഒരൊറ്റ കാരണം കൊണ്ടാണ് യേശു ക്രൂശിൽ മരിച്ചു എന്ന നിങ്ങളുടെ തിരിച്ചറിവ്. അതായത് പ്രിയപ്പെട്ട, നിങ്ങൾ ആരുമാണ്, ഏത് പശ്ചാത്തലത്തിലുള്ള വ്യക്തിയായിക്കോട്ടെ, നിങ്ങളുടെ അകത്ത് ക്രിസ്തു വസിക്കുന്നുണ്ടെന്നുള്ള ബോധ്യമില്ലേ? ഒരൊറ്റ ബോധ്യം മതി നിങ്ങൾക്ക് സാഹചര്യങ്ങളെ മുഴുവൻ ജയിക്കുന്നവരായി വാഴാനായിട്ട്, ജയാളികളെ മുന്നോട്ട് കുതിക്കാൻ. ഒരൊറ്റ ബോധ്യം മതി പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ കിടക്കുന്നത്? ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്? ആ അവസ്ഥകൾക്ക് നിങ്ങളുടെ മേൽ വാഴാൻ അധികാരമില്ല. പലരും പല രീതിയിൽ പറയുന്നത് കേൾക്കാം. പിശാച് എന്നെ അടക്കുന്നു, പിശാച് എന്നെ ഇങ്ങനെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നു, പിശാച് എനിക്കെതിരെ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ പിശാചിനെ എത്രത്തോളം വലുതായിട്ട് പിശാച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം പിശാച് നിങ്ങളുടെ മേൽ വാഴും. പക്ഷെ എപ്പോഴാണോ ക്രിസ്തുവിന്റെ വലിപ്പം നിങ്ങൾ തിരിച്ചറിയുന്നത്, ക്രിസ്തു വലിയവനാണ്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് എപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു, അപ്പോൾ മുതൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ 100% മാറിയിരിക്കും. ഒരു സംശയം ആ കാര്യത്തിൽ 100% മാറിയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്തുമാകട്ടെ, അതിനെ നിങ്ങൾ കാര്യമാക്കണം. നിങ്ങളിലുള്ള ക്രിസ്തുവിനെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിൽ അത്ഭുതം സാധ്യമാണ്. ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ രോഗം സൗഖ്യമായി, നിങ്ങളുടെ പാപം കഴുകപ്പെട്ടു, നിങ്ങൾ നീതീകരിക്കപ്പെട്ടു, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ, കർത്താവിന് വിലയേറിയവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഒരു വിധത്തിലും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അടിമകളെ പോലെ ആയിരിക്കുന്നു. നിങ്ങൾ ഇന്ന്
ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ സ്വതന്ത്രരാണ്. കർത്താവിന്റെ ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്, ക്രിസ്തു ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, സത്യം അറിയുന്നിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പുത്രൻ നിങ്ങളെ വിടുവിച്ചാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. സ്വാതന്ത്ര്യത്തോടെ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യരുത്? അടിമനുഖത്തിൽ കുടുങ്ങി പോകാതിരിക്കാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഞാൻ സൗഖ്യമായിരിക്കുകയാണ്. ഇല്ല, ഇപ്പോൾ എനിക്കെതിരെ ഉയർന്ന ശബ്ദം, എനിക്കെതിരെ ഉയർന്ന വെല്ലുവിളി, എനിക്കെതിരെ ഉയർന്ന ആ പ്രശ്നം ഇല്ല, അതെന്നെ ഡോമിനേറ്റ് ചെയ്യത്തില്ല. ഇതുവരെയും അതെന്നെ വാണെങ്കിൽ എന്റെ അകത്ത് ക്രിസ്തു വസിക്കുന്നിടത്തോളം ഇല്ല, ഞാൻ ഭയപ്പെടുന്ന തിന്മ എനിക്ക് വരത്തില്ല. ഇതുവരെ ഞാൻ ആയിരുന്ന പോലെ അല്ല, ഇനി എന്റെ ജീവിതത്തിനകത്ത് വാഴ്ചയുടെ കാലഘട്ടമാണെന്ന് തിരിച്ചറിയാമോ? അത് നിങ്ങളുടെ ജീവിതത്തിന് അവസ്ഥയെ മാറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കർത്താവിന്റെ ജീവിതത്തില് തകർച്ചയും പ്രയാസങ്ങളും കണ്ട് മടുത്തവരായിട്ട് എന്നെ കാണുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഞാൻ ഒരു പരാജയമാണ് എന്ന പരാജയബോധത്തോടെ എന്നെ കാണുന്നില്ല. ഈശ്വരനാമത്തിൽ അവരുടെ ക്രിസ്തുവിലുള്ള ധൈര്യവും ഉറപ്പും സ്വസ്ഥതയും അവരുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടട്ടെ. സമാധാനം അവരുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടട്ടെ. അവസ്ഥകൾ മാറട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അവരെ വാഴുന്ന രോഗം, അവരെ വാഴുന്ന ശാപം, അവരെ വാഴുന്ന ഭയം, ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവിനാൽ അവർ ജയിക്കട്ടെ. യെസ്, മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു അവരിൽ ഇരിക്കുന്നുള്ള ബോധ്യത്തിൽ അവർ തന്നെ വാഴട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരിൽ നിന്ന് ഭയം മാറിപ്പോകട്ടെ, അടിമത്തം മാറിപ്പോകട്ടെ. ഇതുവരെയും അവരെ പിന്തുടർന്നു കൊണ്ടുവന്ന ശാപങ്ങൾ ഇപ്പോൾ അത് നിൽക്കട്ടെ. യെസ്, ഇപ്പോൾ മുതൽ ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ചുവടുകൾ വെപ്പാൻ സഹായിക്കും. രോഗികളായി എന്നെ കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു, ഈ നിമിഷം തന്നെ കർത്താവേ അത്ഭുതകരമായ രോഗ സൗഖ്യം അവരിൽ വെളിപ്പെടട്ടെ. ഈ നിമിഷം സംഭവിക്കട്ടെ. തൊട്ടതിനായിട്ട് നന്ദി, വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം ഉണ്ടാകട്ടെ, ക്രിസ്തു എന്നിൽ വാഴുന്നത് കൊണ്ട് ഒരു തിന്മയും ഒരു ദോഷവും എന്നെ പിടിച്ചു വയ്ക്കാൻ സാധ്യമല്ല. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ കർത്താവില് ഉയർച്ച തന്നെ പ്രാപിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചില പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്, സൗജന്യമായിട്ട് ലഭിക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് സൗജന്യമായിട്ട്, തികച്ചും സൗജന്യമായിട്ട് പുസ്തകം ലഭിക്കുന്നതാണ്. എന്നാൽ വളരെ മൂല്യമുള്ള പുസ്തകങ്ങളാണത്. നിങ്ങൾക്ക് നിശ്ചയമായിട്ട് ഇത് പ്രയോജനപ്പെടും. ആ പുസ്തകം മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തുക, ഈ പ്രോഗ്രാം മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തുക, ഈ പ്രോഗ്രാമിനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്, നിങ്ങളിൽ വസിക്കുന്നു, യെസ് എന്ന ബോധ്യത്തോടുകൂടെ ഓരോ ചുവടുകളും മുന്നോട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ സാഹചര്യത്തെയും ഏറ്റവും അനുഗ്രഹമായി അനേകർക്ക് നിങ്ങളുടെ ജീവിതം ഒരു അടയാളവും മാതൃകയുമായി തീരാൻ കർത്താവ് ഇടയാക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.